ഹായ്, വെൽക്കം ടു അവർ ചാനൽ വീണാസ് പഹേലി. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തതാണ്. ആക്ച്വലി വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കോൺഫിഡൻസ് കുറവ് തോന്നിയിരുന്നു. പിന്നെ അതുപോലെ വ്ളോഗുകൾ എടുക്കണ്ടായി, അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായില്ല. അങ്ങനെ പീലുവിൻ്റെ കുറച്ച് പീലുവിൻ്റെ പിന്നാലെ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളും പീലുവിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. പിന്നെ എന്തോ എനിക്കറിയില്ല, യൂട്യൂബിനോടൊരു ഇൻട്രസ്റ്റ് കുറവ് ഫീൽ ചെയ്തു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഷോർട്സ് ഒക്കെ ഇടാറുണ്ട്, ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ തുടക്കത്തിൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാറുണ്ടല്ലോ എന്നും. എനിക്ക് തോന്നുന്നു ഷോർട്സിൽ ഒരു 3 വീഡിയോസും പിന്നെ ഒരു ലോങ് വീഡിയോ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് എന്തോ അറിയില്ല, എന്തോ പറ്റി. അപ്പോൾ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് പോയി അതിനോട്. എന്താന്ന് എനിക്ക് ശരിക്കും പറയാൻ അറിയില്ല, സത്യം പറയാലോ. എന്തോ ഇഷ്ടമില്ലായ്മ വന്നു. അപ്പോൾ പിന്നെ ഷോർട്സ് ചെയ്തിരുന്നു, ലോങ് വീഡിയോ. എനിക്ക് തോന്നിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്താ പറയുക, ലോങ് വീഡിയോസിന് അത്ര വ്യൂസ് വരാതെയായി. അപ്പം എനിക്ക് തോന്നി ഞാൻ സംസാരിക്കുന്നത് ആണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന കോണ്ടന്റ്സ് ഇഷ്ടം ഉണ്ടാവില്ല. മേ ബി അതായിരിക്കാം. അപ്പം എന്തോ എന്നെങ്ങനെ എന്താ പറയുക, എനിക്കപ്പോൾ ഒരു ഇത് തോന്നി. അപ്പം ഞാൻ ഒരു ബ്രേക്ക് എടുത്തതാണ്. പിന്നെ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൊണ്ടും കൂടിയിട്ടാണ്. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്തോ ആയിക്കോട്ടെ, എന്താ പറയുക, ഇഷ്ടപ്പെടാം എല്ലാവരും പല ആൾക്കാരാണല്ലോ. അപ്പോൾ മേ ബി എന്നെ ഇഷ്ടപ്പെടാത്തവരാവാം. ഓക്കെ, എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് വീണ്ടും സംസാരിക്കാൻ വരികയാണ് കേട്ടോ. വീണ്ടും സംസാരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്, അറിയാലോ, ബിഗ് ബോസ് വീണ്ടും തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ എടുത്ത് സംസാരിച്ച് വീഡിയോ ആക്കി വെച്ചിരുന്നു കേട്ടോ. പക്ഷേ പറഞ്ഞില്ലേ, എന്തോ ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമില്ലാത്ത പോലെ എനിക്ക് വ്യൂസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഒന്ന് പുറകോട്ട് വന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ശ്രമിക്കാം വീണ്ടും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ തുടങ്ങിയല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ എപ്പിസോഡ് ഓഗസ്റ്റ് 3-ാം തീയതി ഉണ്ടായിരുന്നു, ലോഞ്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിലറൊക്കെ മുൻപ് കണ്ടിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വെച്ചിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. കുറേ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് കുറേ വീഡിയോസ് എടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ആക്ച്വലി എനിക്ക് ലോഞ്ച് കാണാൻ പറ്റില്ല, ഞാൻ പുറത്തുപോയ കാരണം കൊണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഞാൻ വീഡിയോ കണ്ടത്. പിന്നെ ഇന്നാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഞാൻ കയറി ഫുൾ എപ്പിസോഡ് കണ്ടത് കേട്ടോ. അപ്പോൾ പുതിയ കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്, കുറേ പേര് എനിക്ക് അറിയാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു 19 കണ്ടസ്റ്റൻസ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ എന്താ പറയുക, ഞാൻ എണ്ണിയപ്പോൾ എനിക്ക് അത്രയാണ് കേട്ടോ കണ്ടത്. കാരണം ഞാൻ വീണ്ടും എണ്ണ നോക്കി. കാരണം 19 എന്നുള്ള നമ്പർ എന്താ വന്നതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായില്ല. മേ ബി വേണമെങ്കിൽ വൈൽഡ് കാർഡ്സ് വേണമെങ്കിൽ മുൻപേ വരുന്നുണ്ടാവായിരിക്കും, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. അപ്പോൾ 19 കണ്ടസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ ആദ്യം ട്രെയിലറിനെ കുറിച്ച് പറയാം. ട്രെയിലർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല സത്യം പറയുകയാണെങ്കിൽ. ഭയങ്കര ബിൽഡപ്പും ഡ്രാമയൊക്കെ ആയിട്ട് തോന്നി. പിന്നെ എമ്പുരാനിൽ കുറേ മിക്സപ്പും ഒരു കുറേ എന്താ പറയുക, കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് തോന്നി. അത്ര നന്നായിരുന്നില്ല, അത് പഞ്ച് കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, മോഹൻലാൽ സാർ ഉള്ളതുകൊണ്ട് ആ ഒരു രസമുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് തോന്നി. അപ്പോൾ ട്രെയിലർ അങ്ങനെ പോയി. അങ്ങനെ ഞാനപ്പോൾ ഇനി എപ്പിസോഡ് എങ്ങനെയാണെന്ന് ഇരിക്കായിരുന്നു, ലോഞ്ച് എങ്ങനെയാണെന്നുള്ളത്. ലോഞ്ച് സാധാരണ പോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്, സാറിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് കാണിച്ചു. അപ്പോൾ ബിഗ് ബോസ് ഹൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഇൻറ്റീരിയർ ആയിട്ട്, മെയിനായിട്ട് പറയുന്നത് ഭയങ്കര സ്പേഷ്യസ് ആയി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൻ്റെ ഒരു ടച്ചൊക്കെ തോന്നി ആ ഒരു ഹൗസ് കണ്ടപ്പോൾ. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. എല്ലാവിടെയും നല്ലോണം സ്പേസ് ഉണ്ട്, ലിവിങ് ഏരിയ ആയാലും അതുപോലെ ഗാർഡൻ ആയാലും
ബാത്റൂം ആയാലും ബെഡ്റൂം ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ നല്ല എന്താ പറയുക കളർഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് എല്ലാ ഇന്റീരിയേഴ്സും. പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഡെക്കറേറ്റീവ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഹൗസ് ആസ് സൂപ്പർ ആയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേഷ്യസും കുറച്ചും കൂടി നമ്മുടെ കാണാൻ കുറച്ചും കൂടി രസമുണ്ട് കാണാൻ. അങ്ങനെ പിന്നെ കുറേ സ്പേസ് ഉണ്ട് ഇങ്ങനെ എന്താ പറയുക ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സ്പേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ആഡ് ഓൺ ചെയ്തേക്കുന്നത് ഒന്ന് മേക്കപ്പ് ഏരിയ പോലെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പഠിപ്പുര. പിന്നെ ജയിലിന്റെ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടോ. ആ സ്ലാൻഡിങ് ആയിട്ടുള്ള കോട്ടൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ആസ് എച്ച് എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൗസ് നന്നായി. ഇനി കണ്ടസ്റ്റൻസ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറയല്ലോ എന്നാണ് ഞാൻ കണ്ടത്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കണ തൊട്ടു മുന്നാണ് ഞാൻ ഫുള്ള് കണ്ടത്. അപ്പം ഇടയിൽ നിന്ന് ചിലരെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ കണ്ടസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ 19 പേരുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് കണ്ടപ്പോൾ, നമുക്കൊരാളെ കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തോന്നുമല്ലോ, അങ്ങനെ കുറച്ച് പേര് ഞാൻ പറയുന്നുണ്ട്. അതെൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് കേട്ടോ. ഇനി അത് നമ്മൾ എപ്പിസോഡ്സ് കാണുമ്പോൾ അത് മാറാം. കാരണം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴാണല്ലോ ശരിക്കും നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ തുടക്കത്തിലെ ഒരു നമുക്ക് കാണുമ്പോഴത്തെ ഒരു ഇംപ്രഷൻ എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ കുറച്ച് പേരെനിക്ക് തോന്നി ഓക്കെ ആയിരിക്കും അവർ പറയുന്നതൊക്കെ. എന്താ പറയുക, അതുപോലെ തന്നെ ഷോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത് എന്താ പറയുക കാണാൻ പറ്റുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പേര്. കുറേ പേർക്ക് അറിയാത്തവരുണ്ട് പേരുകൾ, അതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പിന്നെ ഒരു കോർണർ വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ആള് കുറച്ച് ഓവർ മെച്യൂരിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നി. കുഴപ്പമില്ല, നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ കുറച്ച് ഓവറാന്ന് തോന്നി. ഇൻ ദ സെൻസ് ഞാനത് നെഗറ്റീവായിട്ട് പറയല്ല, പക്ഷെ കുറച്ച് കൂടുതൽ എന്നുള്ള ഫീല് വന്നു. അപ്പം എനിക്ക് അത്രയ്ക്ക് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമായില്ല. അപ്പം നമുക്ക് വഴിയെ നോക്കാം എങ്ങനെയാണ് ആളുടെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാലോ. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ ആദ്യത്തെ പേര് പറയാനുള്ളത് ആര്യനാണ്. ആര്യൻ എനിക്ക് തോന്നി കുറച്ച് എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ആര്യനിൽ ഇഷ്ടമായത്, എനിക്ക് മനസ്സിലായത് ആളൊരു പഞ്ചാബി ആണെന്നുള്ളതാണ്. ഇപ്പം കേരളത്തിൽ പഠിച്ചു വളർന്നാലും കൂടി മലയാളം കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നുണ്ട്. ഇപ്പം വേറൊരു കണ്ടസ്റ്റന്റ് ജിസേൽ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇപ്പം ഇതുപോലെ കേരളത്തിലുള്ള ആൾ തന്നെയാണ്. പക്ഷെ ആള് ബോംബെയിൽ സെറ്റിൽഡാണ്. പക്ഷെ മലയാളം ഒട്ടും അറിയില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക മലയാളം നന്നായിട്ട് ആരും പറയുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആസ് എച്ച് ആളുടെ സംസാരവും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ വഴിയെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ എനിക്ക് കലാഭവൻ ശാരിക ആള് നന്നായിട്ട് എന്താ പറയുക കുറച്ച് മെച്യൂർഡ് ആണല്ലോ. അപ്പോൾ മെച്യൂർഡായിട്ട് തോന്നി. അപ്പോൾ മേ ബി നന്നായിരിക്കാം, എന്താ പറയുക അവരെ പെർഫോമൻസ് നന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് അക്ബർ ഖാൻ. ഞാൻ ആളുടെ ഷോസൊക്കെ കണ്ടിട്ടുണ്ട്. പാട്ട് ഭയങ്കര രസമുള്ള പാട്ടാണ്. അപ്പോൾ ആളും എനിക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ RJ ബിൻസി അഗൈൻ എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒനീൽ സാബു ഷെഫാണ്. അപ്പോൾ ആളും ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബിന്നി ആക്ട്രസ്, സീരിയൽ ആക്ട്രസ്, അവരും കുഴപ്പമില്ല. ആസ് ഞാൻ 24/7 കുറച്ച് കണ്ടു കേട്ടോ. അപ്പോൾ അതിലും വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ അഭിലാഷ് ആളും ഭയങ്കര എന്താ പറയുക ഒരുപാട് ഇൻസ്പയർഡ് ചെയ്യുന്നുണ്ട്. ഒരു കാം ക്യാരക്ടറായിട്ട് തോന്നി, നന്നായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് വരും എപ്പിസോഡ്സിൽ നോക്കാം. ഇതൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. ഇവര് എന്താ പറയുക മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നതോട് കൂടെ തന്നെ നിൽക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനായിട്ട് തോന്നിയതാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു കേട്ടോ. പിന്നെ ഷാനവാസ്, ഞാൻ സീരിയൽസ് ഒന്നും കാണാത്ത ആളാണ്. പക്ഷെ ഇങ്ങനെ കുറച്ച് ഫേമസ് ആണല്ലോ ആള്. അപ്പോൾ ആളുടെ ഏതോ ഒരു സീരിയല് ഫേമസ് ആണ്, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ചാനൽ മാറ്റുമ്പോൾ ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ എൻട്രി ആളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അത് പ്രവർത്തിച്ച് കാണിക്കുന്നു വിചാരിക്കുന്നു.
പിന്നെ ശൈത്യ സന്തോഷ് ആസ് എ അഡ്വക്കേറ്റ് ആണ്, അപ്പോൾ അവരെ ആ ഒരു ഇത് കാണിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ പാനി ശരത്ത് ആക്ടർ, അപ്പോൾ ആളും എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയും പേരാണ് എനിക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും എന്ന് വിചാരിക്കും. ബാക്കിയുള്ളവർ ഇല്ല എന്നല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ ഞാൻ ഇതേപോലെ എന്തോ കാര്യത്തിന് സംസാരിച്ചപ്പോൾ കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തെറ്റിദ്ധരിക്കണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ്, നമുക്ക് പോകെ പോകെ നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ എപ്പിസോഡ്സും ഇങ്ങനെ നോക്കി അതിനെക്കുറിച്ച് ഇപ്പോൾ 100 എപ്പിസോഡിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇടാൻ ഒന്നും വിചാരിച്ചിട്ടില്ല. നമുക്ക് സംസാരിക്കേണ്ട സ്ഥലത്തുള്ള എന്തെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ സംസാരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയ്ക്ക് ബോറാക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം കുറച്ചും കൂടി സ്ട്രിക്റ്റും കുറച്ചും കൂടി മെച്ചുവേർഡായിട്ടുള്ള കണ്ടൻസും കുറച്ചും കൂടി നന്നായിട്ട് ടാസ്കൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടസ്റ്റൻസും കുറേ പേര് എന്താ പറയുക, കുറച്ചും കൂടി പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സീസൺ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ സീസണിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് പോട്ടെ ഈ സീസൺ. ഓക്കെ, അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഡേ ടു ഡേ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും എനിക്ക് സംസാരിക്കാൻ വരുന്ന വിഷയങ്ങളിൽ മാത്രം ഞാൻ സംസാരിച്ച് വീഡിയോ ഇടുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് ഓരോരുത്തർ പെർഫോമൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ, ഞാനൊരു വീഡിയോ ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയ ഫോൺ എടുത്തു, iPhone 16 Pro Max കേട്ടോ. അപ്പോൾ വീഡിയോസ് കുറച്ചും കൂടി നന്നായിട്ട്, അതായത് ഷോർട്സ് ഒക്കെ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണമുണ്ട് അതിന്. കാരണം എന്താ പറയുക, ഹസ്ബൻഡിന് മൂന്നാർക്ക് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല എന്താ പറയുക, കോണ്ടൻസ് ആയിട്ട് എടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കണം. കിട്ടുമെന്ന് വിചാരിക്കുന്നതല്ല, കിട്ടും. അപ്പോൾ അതിന് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ആണ് ഫോണ് എന്തായാലും ഒരെണ്ണം എടുക്കണമായിരുന്നു. അപ്പോൾ അതിൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു നല്ല രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോൺ എടുത്തത്. അപ്പം അത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മൂന്നാറിലാണ്. അപ്പോൾ ഇനിയുള്ള അപ്പം ഞാൻ വിചാരിക്കേണ്ടത് എന്തെങ്കിലും നമുക്ക് വ്ളോഗ്സ് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പിന്നെ ബിഗ് ബോസിൻ്റെ വീഡിയോസും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇനി എന്താ പറയുക, വേറെ ഒന്നും നോക്കാതെ ഞാൻ സംസാരിക്കാൻ, അതായത് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മടിച്ച് പിന്നോട്ട് നിൽക്കണ്ട എന്നൊരു വിചാരമുണ്ട്. അപ്പോൾ എന്താ പറയുക, വീഡിയോസ് ഇനി ഇടണം. അങ്ങനെ പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ പറയുന്നതും എന്താ പറയുക, എന്നെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്, കാണാറുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഷോർട്സിനെയും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അങ്ങനെ ഞങ്ങളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.